നമസ്കാരം. അമേരിക്കയിലെ ഫെഡറൽ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കത്തിന് കനത്ത തിരിച്ചടി നൽകി കോടതി. സർക്കാരിന്റെ ചെലവുകൾ കുറയ്ക്കാൻ വേണ്ടി ജീവനക്കാരെ വെട്ടിക്കുറയ്ക്കാനുള്ള ട്രംപിന്റെയും ഇലോൺ മസ്കിന്റെയും പദ്ധതികൾക്കാണ് ഫെഡറൽ കോടതി തടയിട്ടത്. US ജില്ലാ ജഡ്ജി വില്യം അൽസപ്പാണ് ഉത്തരവിറക്കിയത്. പ്രതിരോധ വകുപ്പ് ഉൾപ്പെടെ വിവിധ ഫെഡറൽ ഏജൻസികളിൽ കൂട്ടപ്പിരിച്ചുവിടൽ നടത്താൻ ട്രംപ് അനുമതി നൽകിയിരുന്നു. US ഓഫീസ് ഓഫ് പേഴ്സണൽ മാനേജ്മെന്റിന് ഫെഡറൽ ഏജൻസികളോട് ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർദ്ദേശിക്കാനാവില്ലെന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ കോടതി നിരീക്ഷിച്ചു. പ്രൊബേഷണറി ജീവനക്കാരെയും ഇത്തരത്തിൽ പിരിച്ചുവിടാനാവില്ലെന്നും കോടതി വ്യക്തമാക്കി. ജഡ്ജിയുടെ വാക്കുകൾ ഇങ്ങനെ: ലോക ചരിത്രത്തിലെ ഒരു നിയമത്തിലും മറ്റൊരു ഏജൻസിയിലെ ജീവനക്കാരെ നിയമിക്കാനും പിരിച്ചുവിടാനും പേഴ്സണൽ മാനേജ്മെന്റിന് അധികാരമില്ല. ഏജൻസികൾക്ക് തന്നെ ജീവനക്കാരെ നിയമിക്കാനും പിരിച്ചുവിടാനും കോൺഗ്രസ് അധികാരം നൽകിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രതിരോധ വകുപ്പിന് നിയമിക്കാനും പിരിച്ചുവിടാനും നിയമപരമായ അധികാരമുണ്ട്. US ജില്ലാ ജഡ്ജി വില്യം അൽസപ്പിനെ ഉദ്ധരിച്ച് ദി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തു. രണ്ടാം വട്ടം അധികാരത്തിലേറിയ ഉടൻ ട്രംപ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നടപടികൾ പലതും വിവാദത്തിലായിരുന്നു. അതിലെ ഏറ്റവും പുതിയ നിയമപരമായ തിരിച്ചടിയാണ് ഈ വിധി. നേരത്തെ അമേരിക്കയിൽ ജനിക്കുന്നവർക്കെല്ലാം ജന്മാവകാശ പൗരത്വം നൽകുന്ന 14ാം ഭരണഘടനാ ഭേദഗതി ട്രംപ് റദ്ദാക്കിയിരുന്നു. പ്രസിഡന്റിന്റെ ഈ ഉത്തരവും കോടതി സ്റ്റേ ചെയ്തു. അനിവാര്യരല്ലെന്ന് ആരോപിച്ച് പ്രൊബേഷണറി ജീവനക്കാരെ പിരിച്ചുവിടാൻ നിർദ്ദേശിക്കുന്ന ജനുവരി 20 മെമ്മോയും ഫെബ്രുവരി 14 ഇമെയിലും പിൻവലിക്കാൻ കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. US ജീവനക്കാരുടെ കൂട്ടപ്പിരിച്ചുവിടൽ ഫെബ്രുവരി 15 തന്നെ ആരംഭിച്ചിരുന്നു. 10,000 പേരെയാണ് ആദ്യഘട്ടത്തിൽ പിരിച്ചുവിട്ടത്. ഇന്റീരിയർ, ഊർജം, കാർഷികം, ആരോഗ്യം, ഹ്യൂമൻ സർവീസ് എന്നീ മേഖലകളിൽ നിന്നാണ് കൂട്ടത്തോടെ ജീവനക്കാരെ പിരിച്ചുവിട്ടത്. പ്രൊബേഷണറി ജീവനക്കാരെയാണ് ആദ്യഘട്ടത്തിൽ പിരിച്ചുവിട്ടത്. കൂട്ടപ്പിരിച്ചുവിടൽ കാരണം പല ഏജൻസികളുടെയും പ്രവർത്തനം നിലയ്ക്കുന്ന അവസ്ഥയിലാണെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 10,000-ഓളം സർക്കാർ ജീവനക്കാരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞയാഴ്ച കൂട്ടത്തോടെ പിരിച്ചുവിട്ടിരുന്നു. സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ എണ്ണം കുറച്ചു കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളതെന്നായിരുന്നു അതിന് നൽകിയ വിശദീകരണം. ട്രംപും ട്രംപിന്റെ ഉപദേശകനുമായ ഇലോൺ മസ്കും കൂടിച്ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ എടുത്തത്. ഊർജം, ആരോഗ്യം, കൃഷി തുടങ്ങിയവ അടക്കമുള്ള വകുപ്പുകളിലെ ജീവനക്കാരെയും പിരിച്ചുവിട്ടവരിൽ ഉൾപ്പെടുന്നു. ഇന്റേണൽ റവന്യൂ ഓഫീസിലെ 1000-ഓളം ജീവനക്കാരെയും അടുത്ത ഘട്ടത്തിൽ പിരിച്ചുവിടുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ആദ്യ വർഷത്തിൽ തൊഴിൽ സുരക്ഷ ലഭ്യമാക്കാത്ത പ്രൊബേഷണറി ജീവനക്കാരാണ് പിരിച്ചുവിട്ടവരിൽ അധികവും. പിരിച്ചുവിടൽ സംബന്ധിച്ച് ഇലോൺ മസ്കിന്റെ ഇടപെടലിനെ കുറിച്ച് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ഇലോൺ മസ്കിന്റെ പങ്കിൽ ആശങ്കകൾ വേണ്ടെന്നും കൃത്യമായ ഓഡിറ്റ് നടത്തിയാണ് നടപടികൾ സ്വീകരിച്ചതെന്നും അധികൃതർ വ്യക്തമാക്കി. ട്രംപിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ സഹാധ്യക്ഷൻ കൂടിയാണ് ഇലോൺ മസ്ക്.